ബിഗ് ബോസ് മലയാളം സീസൺ 6 നമ്മുടെ അണ്ണൻ രതീഷ് രാവിലെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. രാവിലെ തൊട്ടിട്ട് ജാൻമണി എടുത്ത് ചൊറിയാൻ തുടങ്ങിയിട്ടുണ്ട്. ജാൻമണിയായിട്ടുള്ള ഇഷ്യൂസ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോവുകയാണ്, ഇന്നും തീർന്നിട്ടില്ല. രാവിലത്തെ മോർണിംഗ് ആക്ടിവിറ്റി സുരേഷിൻ്റെതായിരുന്നു കേട്ടോ. സുരേഷിൻ്റെ ആക്ടിവിറ്റി കഴിഞ്ഞ ശേഷം തുടങ്ങിയതാണ്. പുള്ളിയുടെ പ്രശ്നം ഇതാണ്, ജാൻമണി പുള്ളിയുടെ വൈഫിൻ്റെ പേരെടുത്ത് അമ്മു ചേച്ചി എന്ന് വിളിക്കുന്നു, പുള്ളിയെ പിന്നിൽ നിന്ന് വന്ന് കെട്ടിപ്പിടിക്കുന്നു എന്നൊക്കെയാണ് പുള്ളിയുടെ കംപ്ലയിൻറ്റ്. ഇതൊക്കെ നമുക്ക് നിസ്സാരമായിട്ട് കാണാൻ പറ്റില്ല. ദേഹത്ത് തൊടുന്നതൊക്കെ ഒരാളുടെ പേഴ്സണൽ ചോയ്സ് ആണ്. വേണോ വേണ്ടയോ എന്ന് പുള്ളിക്ക് തീരുമാനിക്കാം. പുള്ളി ഇതൊരു കംപ്ലയിൻ്റ് ആയിട്ട് അർജുൻ്റെ അടുത്ത് എടുത്ത് ചെല്ലുകയും ചെയ്തു. അർജുൻ അത് കേൾക്കുകയും ചെയ്തു, ഒരു സൊല്യൂഷൻ ഉണ്ടാക്കി കൊടുക്കാന്ന് പറയുകയും ചെയ്തു. അർജുനോട് ഈ വിഷയം പ്രസന്റ് ചെയ്യുമ്പോൾ പുള്ളി വളരെ സീരിയസ് ആയിട്ടാണ് കേട്ടോ പ്രസന്റ് ചെയ്ത്. അതായത് എന്റെ ദേഹത്തിന് തൊട്ട് കഴിഞ്ഞാൽ ഞാൻ ചെള്ളക്ക് അടിച്ചിട്ട് പുറത്തു പോകും, ഫിസിക്കൽ അസോൾട്ട് ആണെങ്കിലും കുഴപ്പമില്ല എന്നൊക്കെ വളരെ സീരിയസ് ആയിട്ടാണ് പ്രസന്റ് ചെയ്ത്. എന്നാലും ആ പ്രസന്റേഷന്റെ രീതി പെട്ടെന്ന് അങ്ങോട്ട് മാറി. അർജുൻ്റെ അടുത്ത് എല്ലാം പറഞ്ഞ് സമ്മതിച്ചു അകത്ത് പോയ പുള്ളി പെട്ടെന്ന് അങ്ങോട്ട് കരയാൻ തുടങ്ങി. കരച്ചിൽ എന്ന് വെച്ചാൽ ഭയങ്കര കരച്ചിൽ. അതായത് ബിബി ഹൗസിലെ എല്ലാവരും എത്തി പുള്ളിയുടെ കരച്ചിൽ കണ്ടിട്ട്. അങ്ങനെ അവിടെ കരഞ്ഞ് കോളമാക്കി ചളമാക്കി. കാണുമ്പോൾ ഒരു ഡ്രാമ കാണുന്ന മാതിരി ഉണ്ടായിരുന്നു കേട്ടോ. അയ്യോ ഞാനിനി എന്ത് ചെയ്യും, എൻ്റെ ഭാര്യ, എൻ്റെ കുട്ടി, കുടുംബം, എൻ്റെ കുഞ്ഞുങ്ങൾക്ക് പരീക്ഷയാണ് എന്നെല്ലാം പറഞ്ഞ് ഭയങ്കര ചാളമൊക്കെ കൈ തന്നു. ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഐ ലവ് യു എന്ന് പറയുന്നതോ കെട്ടിപ്പിടിക്കുന്നതൊക്കെ ഇൻഡസ്ട്രിയിൽ സാധാരണമാണ്. ഇൻഡസ്ട്രിയിൽ മാത്രമല്ല, നമ്മളെല്ലാവരും അത് സാധാരണയായിട്ട് എടുക്കുന്നതാണ്. പുള്ളിക്ക് അത് ഇഷ്ടം അല്ലെങ്കിൽ ഇഷ്ടമല്ല എന്ന് ജാൻമണിയോട് പറയാം. ജാൻമണിയുടെ ഈ വിഷയം പ്രസന്റ് ചെയ്തപ്പോൾ ജാൻമണി പറഞ്ഞത്, ഞാൻ രതീഷിനെ കാണുന്ന ഒരു ബ്രദറിനെ പോലെയാണ്, എനിക്ക് ഭയങ്കര റെസ്പെക്റ്റ് ആണ്, അതുകൊണ്ട് ഞാനൊരു സ്നേഹം കൊണ്ട് അങ്ങനെ ചെയ്തതാണ്, അല്ലാതെ ഞാൻ മറ്റൊന്നും വിചാരിച്ചിട്ടില്ല എന്നാണ്. രതീഷിനോട് എനിക്ക് പറയാനുള്ളത്, ഇത് കണ്ടന്റ് ആക്കാൻ വേണ്ടിയിട്ടായിരുന്നെങ്കിൽ വളരെ വളരെ മോശമായി പോയി. കാരണം ജാൻമണിക്കൊരു ഇമേജ് ഇല്ലേ, ഇങ്ങനൊരു വിഷയം കണ്ടന്റ് ആക്കുമ്പോൾ പുറത്തുള്ളവർ എന്താ ജാൻമണിയെക്കുറിച്ച് വിചാരിക്കുക, അത് വളരെ നെഗറ്റീവ് ഇമ്പാക്റ്റ് അല്ലേ ഉണ്ടാക്കുക, അത് ഒഴിവാക്കാമായിരുന്നു. ഞാനിപ്പോൾ പറഞ്ഞത് എൻ്റെ ഒപ്പീനിയൻ മാത്രമാണ് കേട്ടോ. അത് വെച്ച് രതീഷ് ഒരു സ്ട്രോങ് ആയ കണ്ടസ്റ്റന്റ് അല്ല എന്നല്ല. നമുക്ക് ഇന്നലത്തെ കളി കണ്ട എല്ലാവർക്കും അറിയാം, ഇന്നലത്തെ ഡേ തന്നെ കൊണ്ടുപോയത് രതീഷാണ്. വളരെ ശക്തമായ ഒരു മത്സരാർത്ഥി തന്നെയാണ് രതീഷ്. 100 days ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്ന ഒരാളും കൂടെയാണ് രതീഷ്.